ടാറ്റു എപ്പോഴും ചെയ്യുമ്പോൾ ഇത്തിരി മീനിങ് ഫുൾ ആയിട്ടുള്ള ടാറ്റു ചെയ്യാൻ ശ്രമിക്കുക. കസ്റ്റമറിന്റെ ഐഡിയാസും ഡ്രീമും അച്ചീവ്മെന്റ്സും ഗോൾസ് എല്ലാം കൂടി വെച്ച് കണക്ട് ചെയ്ത ഡിസൈൻ ആണ് ഈ കാണുന്ന കോമ്പസ് വിത്ത് ഇൻ യാങ്. ബേസിക്കലി പണ്ടത്തെ കാലത്ത് മത്സ്യത്തൊഴിലാളികളാണ് കൂടുതലായിട്ട് ഈ കോമ്പസ് ടാറ്റു ചെയ്തുകൊണ്ടിരുന്നത്. അവരിതിനെ മെയിൻ ആയിട്ട് ലക്കിനെ റെപ്രസെന്റ് ചെയ്തും വീടിനെ ഓർമ്മിപ്പിക്കാനും വീട്ടിലോട്ട് തിരിച്ചെത്തും എന്നുള്ള ഒരു വിശ്വാസം വരും എന്നൊക്കെയായിരുന്നു പണ്ടുള്ളവരുടെ കോൺസെപ്റ്റ്. ഇന്നത്തെ കാലത്ത് ട്രാവലിംഗ് ചെയ്യുന്നവരും ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലായിട്ട് ഈ കോമ്പസ് ടാറ്റൂസ് ചെയ്യുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഇൻ യാങ് റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലാക്ക് സൈഡും വൈറ്റ് സൈഡും ആയിട്ടുള്ള രണ്ട് വശങ്ങളാണ് ലൈഫിന്റെ. ഇതിന്റെ ബ്ലാക്ക് സൈഡ് നെഗറ്റിവിറ്റിയും വൈറ്റ് സൈഡ് പോസിറ്റിവിറ്റിയും. ഇത് രണ്ടും വരുമ്പോൾ ബോത്ത് ഓഫ് സൈഡ്സ് ആർ ബാലൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമറിന്റെ അഭിപ്രായം വെച്ചിട്ട് ട്രാവലിംഗും ലൈഫും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരന്റെ ലൈഫിൽ നടന്നുകൊണ്ടും അതെല്ലാം ബാലൻസ്ഡ് ആയെന്നുള്ള ഒരു മീനിങ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കസ്റ്റമൈസ്ഡ് ഡിസൈൻ വേണം എന്ന് പറയുന്ന എല്ലാവർക്കും ഇതേപോലെ അവരുടെ മോട്ടീവും അവരുടെ ഡ്രീമും അവരുടെ എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചറിഞ്ഞാണ് ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്യാറ്. നമ്മളൊരു കാര്യത്തിൽ കോൺസ്റ്റന്റ്ലി വിശ്വസിക്കുന്നതും അതിലൂടെ പോസിറ്റീവ് എനർജീസ് ഉണ്ടാവുന്നതുമാണ് നമ്മുടെ ഇന്ത്യൻ മീൻ ചെയ്യുന്നത്. എപ്പോഴും ഒരു ടാറ്റു ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായതും ഇനി ഉണ്ടാവാൻ പോകുന്നതും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു മീനിങ് ഫുൾ ടാറ്റു ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിൽ പലരും ആരുടെയെങ്കിലും ബോഡിയിൽ ഒരു ടാറ്റു കാണും, അതൊരു ഫോട്ടോ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് അത് ടാറ്റു ആർട്ടിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാറാണ് പതിവ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വഴിയും നെഗറ്റീവ് എനർജീസ് വരാം. ഈ ഒരു ഡിസൈനിനെ പറ്റി പറയാൻ ഇനിയും ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നല്ല മീനിങ് ഫുൾ ടാറ്റു വേണമെങ്കിൽ ജസ്റ്റ് DM me. ടാറ്റു എപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നാലും ചൂസ് വൈസ്ലി. സ്റ്റേ ഫോളോ മല്ലു ടാറ്റു വ്ളോഗ്സ്.